നമസ്കാരം. എക്സൽ ടിപ്സിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. എക്സൽ ടിപ്പുകൾ നമ്മൾ പറയുന്ന സമയത്ത് അതിൽ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നൊരു ഉഗ്രൻ ഒരു ട്രിക്കുണ്ട് എക്സലിൽ. ഫ്ലാഷ് ഫിൽ പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്നൊരു വേർഷൻ പലരും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് എനിക്ക് ഉറപ്പാണ്. കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അത്തരം ഒരു ഫീച്ചറിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്തിട്ട് താഴത്തേക്ക് വളരെ എളുപ്പത്തിൽ മറ്റുള്ള ഒരു ഡാറ്റയുടെ പർട്ടിക്കുലർ പാറ്റേൺ അനുസരിച്ചിട്ട് മറ്റുള്ള ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് ഒറ്റ ക്ലിക്കിൽ വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് അധികം സമയമൊന്നും എടുക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ഡേറ്റാബേസ് ആണ്. അതിനകത്ത് അപ്പോൾ എംപ്ലോയി ഐ ഡി ഉണ്ട്, എംപ്ലോയി നെയിംസും ഉണ്ട്. എൻ്റെ ഒരു ബോസ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഷീറ്റ് തന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് എംപ്ലോയി നെയിം ഫുൾ നെയിംസ് ആണ് ഇവിടെ ഉള്ളത്. പുള്ളിക്ക് ഇത് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നെയിം വേറെ ലാസ്റ്റ് നെയിം വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇതിൽ കൃഷ്ണകുമാർ എന്നാണെന്നെങ്കിൽ കൃഷ്ണ എന്നുള്ളത് ഫസ്റ്റ് നെയിമും കുമാർ എന്നുള്ളത് ലാസ്റ്റ് നെയിമുമായിട്ട് വരണം. അങ്ങനെ എല്ലാം വരണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ കുറേ എണ്ണമുണ്ട്, കുറേ എംപ്ലോയീസ് ഉണ്ട്. ഇത് ഒറ്റയടിക്ക് ഇത് ഓരോന്നായിട്ട് ഞാനിത് ടൈപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം മുഴുവനും പോകുന്നൊരു വർക്കാണ്. പക്ഷേ അതിനുള്ള ഒരു ട്രിക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണത്തിൽ മാത്രം കൃഷ്ണ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചതിന് ശേഷം ctrl+E എന്ന് പറയുന്നൊരു കീ ഉണ്ട്. കീബോർഡിൽ ctrl+E കോമ്പിനേഷൻ, കൺട്രോളും ഇ എന്ന് പറയുന്ന അക്ഷരവും, ഇത് രണ്ടും കൂടെയാണ് നമ്മൾ പ്രസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കൺട്രോൾ ആൻഡ് ഇ. ഹിയർ കംസ് 1 2 3. കംപ്ലീറ്റ് പേരുടെയും ഫസ്റ്റ് നെയിം മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇവിടെ വന്നു എല്ലാവരുടെയും. ഇതിനകത്ത് ഇപ്പോൾ 1000 പേരുടെ നമ്പേഴ്സ് ഉണ്ടെങ്കിലും പേരുകളുണ്ടെങ്കിലും 1000 പേരുടെയും ഒറ്റ ക്ലിക്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്ത് തന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് നെയിമിലും ഒരെണ്ണം ഞാൻ കൊടുക്കും മാനുവലി. കുമാർ എന്നുള്ളത് ഒരെണ്ണം ഞാൻ മാനുവലി ടൈപ്പ് ചെയ്യും. എന്നിട്ട് ctrl+E. ദാറ്റ്സ് ഓൾ. അപ്പോൾ കംപ്ലീറ്റ് ആളുകളുടെയും നമ്മൾ വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആളുകളുടെയും ഫസ്റ്റ് നെയിം വേറെ ലാസ്റ്റ് നെയിം വേറെ ആയിട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് ഫ്ലാഷ് ഫിൽ ഫീച്ചറാണ്. എക്സൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ എക്സലിന് നമ്മൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ കൃഷ്ണ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കുമാർ എന്ന് പറയുമ്പോഴും അത് ഈ ഒരു സെല്ലിൽ നിന്ന് എടുത്ത ഡേറ്റയാണ് എന്നുള്ളത് നമ്മൾ എക്സലിനോട് എവിടെയും പറയുന്നില്ല. ഞാൻ ഡയറക്റ്റ്ലി കുമാർ എന്ന് അടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എക്സൽ തന്നെ ഇതിനകത്ത് പോയി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവൻ അടിച്ചിട്ടുള്ളത് ഈ സെല്ലിലുള്ള കുമാർ ആയിരിക്കും ഇവൻ അടിച്ചിട്ടുള്ളത് എന്നുള്ളത് എക്സൽ ഇൻ്റലിജൻ്റ്ലി മനസ്സിലാക്കി എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ctrl+E പ്രസ് ചെയ്യുമ്പോൾ എക്സലിന് തന്നെ മനസ്സിലാവുകയാണ്, ഓക്കെ ഇവനെ വേണ്ടത് ഇവിടെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, ഈ സ്പേസ് കഴിഞ്ഞിട്ടുള്ള വാക്കാണ് ബാക്കി എല്ലായിടത്തും വേണ്ടത്. അപ്പോൾ ഇതിനകത്തും അവരതാണ് നോക്കുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഈ സ്പേസ് കഴിഞ്ഞിട്ടുള്ള വാക്കാണ് രാജേന്ദ്രൻ, ഇവിടെ സ്പേസ് കഴിഞ്ഞിട്ടുള്ള വാക്കാണ് പൗലോസ്. അപ്പോൾ ആ സ്പേസ് കഴിഞ്ഞിട്ടുള്ള വാക്കുകൾ മുഴുവനും എടുത്തു തന്നു. അപ്പോൾ എക്സൽ തന്നെ അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ഒറ്റ ക്ലിക്കിൽ ഫില്ല് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഫ്ലാഷ് ഫിൽ. ഇനി ഇത് മാത്രമല്ല, എൻ്റെ ബോസ് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് ID നമ്പർ മാത്രം, അതായത് ഇതിനകത്ത് ID 18 എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കിവിടെ 18 എന്ന് മാത്രം വരണം, ഇവിടെ ID 8 എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ എനിക്ക് 8 എന്ന് മാത്രം വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ പാർട്ട് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രം ഞാൻ 18 അടിച്ചു. 18 അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇതും നടക്കും. അപ്പോൾ എക്സലിന് തന്നെ മനസ്സിലായി 18 എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ഈ ഒരു സെല്ലിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഈ സെല്ലിൽ നിന്ന് വന്നപ്പോൾ അതിനകത്ത് എങ്ങനെയായിരുന്നു, ഇതിനകത്ത് അക്ഷരങ്ങളും നമ്പേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഈ അക്ഷരങ്ങളും നമ്പേഴ്സിലുള്ള കോമ്പിനേഷനിൽ ഞാൻ അടിച്ചിട്ടുള്ളത് നമ്പറാണ്. അപ്പോൾ എൻ്റെ യൂസർ നമ്പർ അടിച്ചു കഴിഞ്ഞപ്പോൾ താഴെ എക്സലിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി. അടുത്തത് ctrl+E പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ഫില്ലിൻ്റെ ഓപ്ഷൻ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് എക്സലിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുകയാണ്, ഓക്കെ ഇവന് വേണ്ടത് ഇതിലെ നമ്പർ പാർട്ട് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് വേണം എന്നുള്ളത് കൃത്യമായിട്ട് എക്സലിന് മനസ്സിലാവുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഒരു സ്ഥലത്തും
ഇത് ഈ ഒരു സെല്ലിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു റെഫറൻസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഡയറക്റ്റ്ലി ഐ ആം ജസ്റ്റ് ടൈപ്പിംഗ് 18. അപ്പോൾ 18 അടിക്കുമ്പോൾ തന്നെ ഈ മൊത്തം റോയിൽ എക്സൽ പരതി അതിൽ നിന്ന് 18 എന്നുള്ള ഭാഗം എവിടെയാണെന്ന് മനസ്സിലാക്കി, അത് എന്ത് പാറ്റേണിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതെന്നുള്ള എക്സൽ മനസ്സിലാക്കി ctrl+E പ്രസ് ചെയ്യുമ്പോൾ അതേ പാറ്റേണിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നു എന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ എക്സലിൽ ഉപയോഗിക്കുമ്പോൾ. വലിയ വലിയ ഡാറ്റ സെറ്റൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എക്സലിൻ്റെ ഒരു ഇൻ്റലിജൻസ് ആണ് നമുക്കിവിടെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ 4 ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിൽ പോലും, 4 or 5 ഡിജിറ്റുള്ള നമ്പർ ആണെങ്കിൽ പോലും ഒരെണ്ണം അടിച്ചിട്ട് ഞാൻ ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ഓൾറെഡി ഡാറ്റ ഉണ്ട്, ഞാനിത് ഡാറ്റ കളയുന്നു. ctrl+E പ്രസ് ചെയ്തു. ctrl+E പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര എണ്ണം എന്നുള്ളതൊന്നും എക്സലിൽ നോക്കുന്നില്ല. എക്സലിന് ആകെ അറിയാവുന്നത് ഇതിലെ നമ്പർ പാർട്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഫ്ലാഷ് ഫിൽ ഫീച്ചർ ഇൻ എക്സൽ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തി നോക്കുക, വളരെ യൂസ്ഫുള്ളായിരിക്കും. നിങ്ങളെ എക്സൽ ഉപയോഗിച്ചിട്ട് വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി ഭാരം പകുതിയിലേറെ കുറയ്ക്കുവാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ടൂൾസാണ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പഴയ വീഡിയോസിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലെ വീഡിയോസ് നമ്മൾ വളരെ റെഗുലറായിട്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപയോഗം വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സംഭവമായിട്ട് നമ്മൾ വീണ്ടും കാണാം. താങ്ക്